നാഗാലാൻഡിലുള്ള കൊഹിമ സിറ്റിക്കുള്ളിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. കൊഹിമ സിറ്റിക്കുള്ളിലാണ് ഈ ഒരു വാർ സെമിട്രി നിലകൊള്ളുന്നത്. ആ വാർ സെമിട്രി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും നടത്തുന്നത്. പാദ്രീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡായിട്ട് പുറത്തിറക്കുവാനും പ്രധാന കാരണം, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ വീരമൃത്യു വരിച്ച അനേകം ബ്രിട്ടീഷുകാരുണ്ട്. അവരെ കവറടക്കിയിരിക്കുന്ന പ്രദേശമാണ് ഈ ഒരു സിമിട്രിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ധാരാളം ആളുകൾ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ മരണമടയുവാൻ കാരണമായിട്ടുണ്ട്. ഏതായാലും ഇവരെല്ലാവരെയും സ്വന്തം രാജ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അവരെ ഇവിടെ പ്രത്യേകമായ സ്ഥലത്ത് അതും വിഭാവനം ചെയ്തുകൊണ്ട് ഇവിടെ അടക്കം ചെയ്തിരിക്കുകയാണ്. ഇത് പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തന്നെ ഏതാനും ജോലിക്കാരെ ഇവിടെ നിയമിച്ചാക്കിയിട്ടുണ്ട്. ഇവിടെ ഉള്ള ജോലിക്കാർക്ക് സാലറി നൽകുന്നതും ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ നല്ല പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും നല്ല രീതിയിൽ ഈ കബറിടം മുഴുവനും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതുമൊക്കെ പ്രത്യേകമായിട്ട് നിലവിലുള്ള ഈ ജോലിക്കാരാണ്. അവർക്ക് നല്ല രീതിയിലുള്ള ശമ്പളം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ജോലി കാര്യങ്ങളെല്ലാം ഇവർ നിർവഹിക്കുന്നത്. ഈ ഒരു സെമിത്തേരി ക്ലീൻ ചെയ്യുകയും ഇവിടുത്തെ പൂക്കളൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3-4 ലക്ഷം രൂപയാണ് മാസ ശമ്പളമായിട്ട് ഇവിടെയുള്ള ജോലിക്കാർക്ക് നൽകുന്നത്. അത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് ഈ ഒരു വാർ സെമിട്രിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശമ്പളം നൽകിയാണ് ഇവിടെയുള്ള ജോലിക്കാർക്ക് പോലും പ്രത്യേകമായ ഒരു പരിഗണന മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. നല്ല ഒരു പ്രദേശം തന്നെ ഈ ഒരു വാർ സെമിട്രിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വാർ സെമിട്രിയുടെ പൂർണ്ണമായുടെ ഉത്തരവാദിത്വം ബ്രിട്ടീഷ് ഗവൺമെന്റിനാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സ്ഥലമാണെങ്കിൽ പോലും അതിന്റെ പൂർണ്ണമായ മേൽനോട്ടം വഹിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. എന്നാൽ ജോലിക്കാരായിട്ട് കടന്നു വരുന്നത് ഇന്ത്യക്കാരായ ആളുകളാണ് എന്ന് മാത്രം. എന്നാൽ ബ്രിട്ടീഷുകാരായ ഒരു വ്യക്തിയുടെ മേൽനോട്ടം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഏതായാലും വളരെ മനോഹരമായ രീതിയിൽ ഇന്നും കാത്തുസൂക്ഷിക്കുന്നതിൽ തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. എങ്കിൽ പോലും അതിന്റെ ഓർമ്മ എന്നും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി അത് വളരെ മനോഹരമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്നും സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റ് ഈ ഒരു വ്യക്തികളോട് കാണിക്കുന്ന അധീമമായ സ്നേഹവും ആ ഒരു നല്ല സ്മരണയുമാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാന നഗരിയാണ് കൊഹിമ എന്ന് പറയുന്നത്. ഈ കൊഹിമ സിറ്റിക്കുള്ളിലാണ് ഈ ഒരു വാർ സെമിട്രി തന്നെ നിലകൊള്ളുന്നത്. സിറ്റിയുടെ ഒരു സൈഡ് ഭാഗത്തായിട്ട് നിലകൊള്ളുമ്പോൾ സിറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ഈ ഒരു സ്ഥലം സന്ദർശിക്കുവാൻ ഞാൻ ഇടവന്നത്. കൊഹിമ സിറ്റിക്കുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം, അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് കൊഹിമ കത്തീഡ്രൽ തന്നെയാണ്. അതിനുശേഷം 2ാം സ്ഥാനം മാത്രമേ ഈ ഒരു വാർ സെമിട്രിക്ക് ഞാൻ നൽകുകയുള്ളൂ. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നതാണ്. ഞങ്ങൾ വന്ന സമയത്ത് പോലും വിദേശീയരായ ധാരാളം ആളുകൾ ഈ ഒരു വാർ സെമിട്രി കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷതയായിട്ട് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുകളിലൂടെ ഞാനൊന്ന് കടന്നു പോവുകയാണ്. ധാരാളം മലയാളികളായ ആളുകളുടെ പേരുകൾ പോലും ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുകയാണ്. അതിന് പിന്നിലെ കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോട് ചേർന്ന് സേവനം ചെയ്യുവാൻ ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അവർക്കും പ്രത്യേകമായ സ്ഥാനം ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകുന്നു എന്നുള്ളതാണ് ഈ പ്രത്യേകമായ പേരുകൾ രേഖപ്പെടുത്തുവാനുള്ള പ്രധാന കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എല്ലാ വർഷവും പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ ഈ ഒരു വാർ സെമിട്രിയിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നുള്ള കാര്യം എന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന സഹവൈദികരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത്രമാത്രം കാര്യക്ഷമമായിട്ട് ഈ ഒരു വാർ സെമിട്രിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കിക്കാണുന്നു, അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്റെ സഹവൈദികരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. 2ാം ലോകമഹായുദ്ധത്തിന്റെ സമാപന ഭാഗം കൂടി നടന്നിരിക്കുന്നത് ഈ ഒരു സെമിട്രിയുമായിട്ട് ഏറെ ബന്ധമുണ്ട് എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരു സാറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ വാർ സെമിട്രിയോട് ചേർന്ന്
അധികം അകലത്തിലല്ലാതെ കൊഹിമ സിറ്റി പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. റോമൻ കാത്തലിക്കിന് കീഴിലല്ലാതെയുള്ള മറ്റൊരു ദേവാലയം കൂടി എനിക്ക് വാർ സെമിട്രിയുടെ സമീപഭാഗത്തായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതും ഈ ഒരു വാർ സെമിട്രിയോട് ചേർന്നാണ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചുറ്റുപാടുകളും നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഈ ഒരു വാർ സെമിട്രിയുടെ മനോഹാരിത അത്രമാത്രം ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏറെ അഭിനന്ദാർഹമായ കാര്യങ്ങൾ തന്നെയാണ്. ഒരു കാലഘട്ടം മുഴുവനും രാജ്യത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് സേവനം ചെയ്തവരെ സ്മരിച്ചുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഈ ഒരു വാർ സെമിട്രി ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഇവരുടെ നല്ല സേവനങ്ങളെ പ്രത്യേകമായിട്ട് വിലമതിക്കുന്നു, നന്ദിപൂർവ്വം ഓർമ്മിക്കുകയും ചെയ്യുകയാണ്.